ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ അലോവേര എന്ന് പറയുന്നത്. അലോവേര നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഏതെങ്കിലും പ്രശ്നം കൊണ്ട് നമുക്കത് സ്കിന്നിന് പറ്റാതെ വരുമോ, അല്ലെങ്കിൽ നമ്മളത് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. അതിന് മുന്നേ നമ്മളൊരു ചാനലിലേക്ക് വന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം അവർ ഫാമിലി. അപ്പം ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു അലോവേര നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഒരു മെഡിസിൻ പോലെ നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഒരു സാധനമാണ് നമ്മൾ ഈ ഒരു അലോവേര എന്ന് പറയുന്നത്. നമ്മൾ അലോവേര ഒരു ജെല്ലായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ബോട്ടിലായിട്ട് വാങ്ങിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ വളർത്തിയെടുത്ത് ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് സ്കിൻ കെയർ, അതുപോലെ തന്നെ നമ്മൾ അസിഡിറ്റി അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഹെയർ കെയർ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഈ ഒരു അലോവേര. നമ്മൾ ഈ ഒരു അലോവേര പ്ലാന്റ് ഫേസിലേക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഫേസിൽ നമ്മൾ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ അത് നല്ല രീതിയിൽ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട്, കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 98.5% അതിൽ വാട്ടറാണ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അലോവേര പ്ലാന്റിനെ കൊണ്ട് കഴിയും. അതുപോലെ തന്നെ നമുക്ക് സൺബേണോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ചെറുതായിട്ട് എന്തെങ്കിലും പൊള്ളലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഹീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അലോവേര പ്ലാന്റിനെ കൊണ്ട് കഴിയും. ഇത് പണ്ട് കാലത്തേ ചെയ്തു വന്നതാണ്. പണ്ട് കാലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ സെർച്ച് ചെയ്യുന്നില്ല, അതിനെപ്പറ്റി കൂടുതൽ പഠനങ്ങൾ നടത്തുന്നില്ല. അതെന്ന് വെച്ചാൽ അന്ന് ഉപയോഗിക്കാൻ പറ്റിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ചെറിയ മുറിവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വേഗം എടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ചെടി എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതാണ്. ചില കാര്യങ്ങൾക്ക് നമ്മൾ ഈ ഒരു അലോവേര പ്ലാന്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല. 98.5% വാട്ടറാണ് വരുന്നത്. അതിൽ പിന്നെ വിറ്റാമിൻ ഇ ഉണ്ട്, വിറ്റാമിൻ എ ഉണ്ട്, വിറ്റാമിൻ സി വരുന്നുണ്ട്, പിന്നെ കുറെ മിനറൽസ് വരുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു നല്ല ചെടി തന്നെയാണ് നമ്മൾ ഈ ഒരു അലോവേര എന്ന് പറയുന്നത്. പക്ഷെ ചില ആളുകൾ ഈ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ അവർക്ക് ചിലപ്പം അലോവേര ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ കുടിക്കുന്നുണ്ടാവും. ചിലവർ ചിലപ്പോൾ തടി കുറയാൻ വേണ്ടിയിട്ട് കുടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യത്തിന്, അല്ലെങ്കിൽ സ്കിന്ന് ഭയങ്കര ബ്യൂട്ടി ആവും, ഭയങ്കര ഹെൽത്തി ആവും, നല്ല നല്ല ഗ്ലോ വരും എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഹെയർ ഗ്രോത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ കുടിക്കാൻ പറയുന്ന ആൾക്കാരുണ്ടാവും. അലോവേര ഈ രീതിയിൽ ചെയ്ത് നോക്കിയാൽ നല്ലതെന്ന് പറഞ്ഞാൽ അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് കേൾക്കാം. പക്ഷെ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അല്ലാതെ അലോവേര പ്ലാന്റ് നിങ്ങൾ ജ്യൂസ് അടിച്ചിട്ടോ അങ്ങനെ ഒന്നും കഴിക്കരുത്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അലോവേരന്റെ pH വരുന്നത് 4.4 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അസിഡിറ്റി കൂടാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ചില ആളുകൾ നമ്മളെ കണ്ണിന്റെ ഉള്ളിലെ ഡ്രൈനസ് മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു അലോവേര പ്ലാന്റ് ഉപയോഗിക്കുന്നുണ്ട്. സോ അത് നിങ്ങളെല്ലാം ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുക. ഈ അലോവേര പ്ലാന്റ് ഉപയോഗിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ഒരു മരുന്നായിട്ടോ ഒരു ബോട്ടിൽ മരുന്നായിട്ടോ അതിന്റെ ഏതെങ്കിലും ഒരു പോർഷൻ ആണ് എടുക്കുന്നത്. അതായത് ആ ഒരു അലോവേര മൊത്തത്തിൽ പിഴിഞ്ഞിട്ടല്ല ഈ ഒരു ഡ്രോപ്സ് ഉണ്ടാക്കുന്നത്. അതിൽ വേണ്ട ഏതെങ്കിലും ഒരു വിറ്റാമിൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവം വേർതിരിച്ചെടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇത് മൊത്തത്തിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇത് മൊത്തത്തിലാണ് അലോവേരക്ക് നല്ലത് ഇതുവരെ ഒന്നിലും തെളിയിച്ചിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ഉപയോഗിക്കുകയാണെങ്കിലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട്, അലോവേര എന്തായിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും കൺസൾട്ട് ചെയ്ത് ഉപയോഗിക്കുക. നിങ്ങൾ ഈ കുടിക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മളിപ്പം ഒരു ബോട്ടിൽ, ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ബോട്ടിൽ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെയൊക്കെ വാങ്ങിക്കുന്നതാണെങ്കിൽ ഇതിപ്പം അതിൽ കറക്റ്റ് പറയുന്നുണ്ടാവും. നമുക്ക് ഫേസ് വാഷ് ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഫേസ് വാഷ് എന്ന് പറയുന്നുണ്ട്. ചിലർ മോയ്സ്ചറൈസർ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. ചില അതിനനുസരിച്ച് കഴിക്കാം. അല്ല ഇത് ഉപയോഗിക്കാൻ എല്ലാത്തിനും കൂടി ഉപയോഗിക്കാന്നല്ല, അതിന് എന്തെങ്കിലും ഒരു എസൻസോ അതിൽ എന്തെങ്കിലും ഒരു ഐറ്റം ആയിരിക്കും ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടാവുക. അതിന് പറ്റുന്ന ഒരു ഐറ്റം ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പൊ അത് നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു അലോവേര പ്ലാന്റ് എടുക്കുമ്പോൾ നമുക്ക് അറിയില്ല, നമുക്ക് അതിൽ വേർതിരിച്ച് ഇന്നത് ഇതിന് എന്ന് പറഞ്ഞാൽ നമുക്ക് വേർതിരിക്കാൻ കഴിയില്ല. അത് മൊത്തത്തിലൊരു ജെല്ല് മാത്രമായിട്ടാണ് ഉണ്ടാവുക. അപ്പം ഈ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ എല്ലാത്തിനും കൂടി വാരി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയല്ല അലോവേര എന്ന് പറയുന്നത്. പിന്നെ റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. ഓൾട്ടർനേറ്റീവ് ഡേയ്സ് അല്ലെങ്കിൽ വീക്കിലി ട്വൈസ് ആ രീതിയിലൊക്കെ മാത്രം ഈ ഒരു അലോവേര പ്ലാന്റ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ നോക്കുക. അതേപോലെ തന്നെ നമുക്ക് ഈ പിമ്പിൾസിന്റെ മാർക്ക് മാറാൻ ഇത് ഉപയോഗിക്കും. പിമ്പിൾസിന്റെ മാർക്ക് മാറാൻ ഉപയോഗിക്കുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു അലോവേരന്റെ പൾപ്പ് എടുക്കുക. ഈ പൾപ്പ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് അത്യാവശ്യം നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അത്ര മാത്രം എടുക്കുക. മൊത്തത്തിൽ ഫേസിൽ അപ്ലൈ ചെയ്യാനല്ല പറയുന്നത്. ആ പൾപ്പ് മാറ്റിയിട്ട് അതിലേക്ക് നമ്മളൊരു ലെമൺ സ്ക്വൈസ് ചെയ്തിട്ട് അതിന് ജ്യൂസ് ആഡ് ചെയ്യുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. കുറച്ച് അവിടെ തങ്ങി നിൽക്കുന്ന രീതിയിലല്ല, നല്ല രീതിയിൽ മിക്സ് ചെയ്തതിനു ശേഷം നമ്മളെ ബഡ്സോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും നമുക്ക് പോയിന്റ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് എവിടെയാണോ ആ മാർക്ക് ഫേസിൽ വരുന്നത് വെച്ചാൽ അവിടെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാം. മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു മാർക്ക് മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇങ്ങനത്തെ കാര്യങ്ങളും ശ്രദ്ധിക്കുക. അതേപോലെ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു വീഡിയോയും കൂടെ ഞാൻ ഇതിന്റെ മുന്നേ ചെയ്തിട്ടുണ്ട്. ചില അലോവേര നമുക്ക് പറ്റാത്തതുണ്ട്. അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. നമ്മളിപ്പോൾ എല്ലാ അലോവേരയും നമുക്ക് പറ്റുന്നുള്ളുണ്ട്. ചിലത് സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതുണ്ട്. ചില അലോവേര നിങ്ങൾക്ക് ഞാൻ ആ ഫോട്ടോയിൽ കാണിക്കുന്നുണ്ട് ഏത് ടൈപ്പ് അലോവേര ആണെന്നുള്ളത്. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തീർന്നു. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.